കുറവലങ്ങാട് താലൂക്ക് ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്ന സാഹചര്യം ഗൗരവത്തോടെ കാണുന്നതായി മോഹൻ ജോസഫ് എം.എൽ.എ. ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുന്ന ഫണ്ടുകൾ തുടർച്ചയായി ലാപ്സ് ആകുന്നതായും 3 കോടിയിലധികം രൂപയുടെ വികസന ഫണ്ട് വിനിയോഗിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യം പരിശോധിക്കേണ്ടതുണ്ടെന്ന് മോഹൻ ജോസഫ് എം.എൽ.എ. പറഞ്ഞു. കുറവലങ്ങാട് താലൂക്ക് ആശുപത്രിയുടെ ശോച്യാവസ്ഥയ്ക്ക് കാരണം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയുടെ രാഷ്ട്രീയമായ പക്ഷപാത നിലപാടുകളായിരുന്നുവെന്ന് മോഹൻ ജോസഫ് എം.എൽ.എ. പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി ഈ ഒരു വിഷയം എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പെടുത്തിയിട്ടില്ല. എം.എൽ.എ. എന്ന നിലയിൽ ഇവിടെ നേരത്തെ HMCയിൽ വിളിക്കുമായിരുന്നു. കഴിഞ്ഞ ഒരു 1-2 വർഷക്കാലമായി ഇവിടുത്തെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ സാധാരണ നേരത്തെ ഇതെല്ലാം ഇടപെട്ട് ഞങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. അവരുടെ രാഷ്ട്രീയ നിലപാട് കൊണ്ടായിരിക്കാം അവർ ഈ കാര്യങ്ങൾ വിളിക്കാറില്ല. അവർ ഒറ്റയ്ക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ വന്ന പാളിച്ചകളും പരാജയങ്ങളുമാണ്. അതെന്താണെന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഇവിടെ ഞാനും വന്നപ്പോൾ ഇവിടെ ആളുകൾ പറയുകയുണ്ടായി, ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരിട്ട് സന്ദർശിച്ച ആശുപത്രിയാണ്. സന്ദർശിച്ച് പോയിട്ട് ഇപ്പോൾ 2 വർഷം കഴിയുകയാണ്. എന്നിട്ടും ഈ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ സർക്കാർ തലത്തിൽ ബന്ധപ്പെടാം. അപ്പോൾ പുതിയ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയുമായിട്ട് ഞാൻ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഡോക്ടർ പോലും ഈ കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധ ഇതുവരെ പെടുത്തിയിട്ടില്ല. അപ്പോൾ എന്തായാലും എന്താണെന്നുള്ളത് ഞാൻ പരിശോധിക്കാം. അതിനുശേഷം വേണ്ടതായ കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട്. ഈ ഉഴവൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അത് ഇതിനേക്കാൾ കഷ്ടമായിരുന്നു. അത് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ടാണ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചത്. കടലാസിൽ മാത്രമേ ഉള്ളായിരുന്നു. അവിടെ പക്ഷിക്കൂട് പോലുള്ള ചെറിയ ഷെഡിനകത്താണ് ആസാനിരുന്നത്. അത് മാറ്റി അവിടെ പക്ഷേ അവർ എന്നെ വിശ്വാസത്തിലെടുത്തു. M.L.A. എന്ന നിലയിൽ ബ്ലോക്ക് പഞ്ചായത്തും അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് HMC എല്ലാവരും ചേർന്ന് ആ നിലയിൽ ആ കാര്യങ്ങൾ ചെയ്യാൻ M.L.A. മുന്നോട്ട് വരണമെന്ന് പറഞ്ഞ് മുന്നിൽ നിന്ന് രാഷ്ട്രീയത്തിനതീതമായി അവിടെ ഒറ്റക്കെട്ടായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ 6 നിലയുള്ള പുതിയ ബ്ലോക്ക് 10 വർഷം മുമ്പ് നമ്മൾ പൂർത്തിയാക്കി. ആരോഗ്യമന്ത്രി വീണ ജോർജ് സന്ദർശനം നടത്തിയിട്ടുള്ള കുറവലങ്ങാട് ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാർ പോലും ഇല്ലെന്ന പരാതികൾ ഗൗരവമായി കാണുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ സ്പെഷ്യാലിറ്റി ആശുപത്രി എന്ന കടലാസിൽ മാത്രം പ്രഖ്യാപനം നടത്തിയ ഉഴവൂർ KR നാരായണൻ ആശുപത്രിയെ പക്ഷിക്കൂട് എന്ന നിലയിൽ നിന്നും ആധുനിക നിലവാരത്തിലുള്ള ആശുപത്രിയായി ഉയർത്തുവാൻ കഴിഞ്ഞത് താൻ ഉൾപ്പെടെയുള്ളവർ രാഷ്ട്രീയത്തിന് അതീതമായി നടത്തിയ ശ്രമങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. കുറവലങ്ങാട് ആശുപത്രി നാളുകളായി HMC പോലും കൂടാത്ത നിലയിലായിരുന്നു. പുതിയ ബ്ലോക്ക് കമ്മിറ്റിയുമായി ആലോചിച്ച് ആശുപത്രി വികസനത്തിന് വേണ്ടതെല്ലാം ചെയ്യുമെന്നും M.L.A. പറഞ്ഞു. ആശുപത്രി ആവശ്യത്തിന് ഡോക്ടർമാരില്ലെന്ന പൊതുജനങ്ങളുടെ പരാതിയെ മുൻനിർത്തി സംസാരിക്കുകയായിരുന്നു M.L.A. ഇവിടെ 3 കോടിയിലധികം വരുന്ന ഒരു 3.25 കോടി രൂപയോളം വരുന്ന ഒരു ടോട്ടൽ പ്രോജക്റ്റാണ് ഈ കുറവലങ്ങാട് ഹോസ്പിറ്റലിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് നേരത്തെ മാറ്റിവെച്ചിരുന്നത്. അത് ആദ്യത്തെ വർഷം ലാപ്സ് ആയതായിട്ടുള്ള ഒരു വാർത്തകൾ വരികയുണ്ടായി. പിന്നീട് വീണ്ടും ആ ഫണ്ടിൻ്റെ ഒരു പോർഷൻ വെച്ച് വീണ്ടും വർക്ക് ആരംഭിച്ചു. ഇപ്പോൾ കാണുന്ന അവസ്ഥ അനുസരിച്ചാണെങ്കിൽ ഈ 1,20,00,000 രൂപയിൽ ഏതാണ്ട് ഒരു 50 ലക്ഷത്തിൽ താഴെ രൂപയുടെ വർക്ക് മാത്രമേ ഈ വർഷം തീർക്കാൻ കഴിയുള്ളൂ. എങ്ങനെ ശ്രമിച്ചാലും കഴിയുള്ളൂ. അപ്പോൾ ഓരോ വർഷവും നമുക്ക് തുക ലാപ്സാകുന്ന സ്ഥിതിവിശേഷം ഒഴിവാക്കപ്പെടേണ്ടതുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിനാണെങ്കിലും മറ്റാവശ്യങ്ങൾക്ക് ഫണ്ട് വിനിയോഗിക്കാൻ കഴിയും. ഫണ്ടില്ലാതെ ബ്ലോക്കും വിഷമിക്കുകയാണ്, എല്ലാ ഭരണസമിതികളും വിഷമിക്കുന്ന കാലമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എത്ര രൂപയുടെ വർക്ക് ഫലപ്രദമായി നടത്താൻ പറ്റും എന്നതിനെക്കുറിച്ച് പ്രത്യേകമായി ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി ഒന്ന് പരിശോധിക്കാൻ ഞങ്ങളിപ്പോൾ അവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി ഇതിൻ്റെ പ്രോജക്റ്റ് ഡീറ്റെയിലായി പരിശോധിച്ച ശേഷം അതിലൊരു തീരുമാനം അവരുടെ തലത്തിൽ എടുക്കേണ്ടത് ആവശ്യമാണ്. ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ബന്ധപ്പെട്ട എല്ലാ ജനപ്രതിനിധികളും സംയുക്തമായി ഒരു യോഗം വിളിക്കാനുള്ള തീരുമാനങ്ങൾ കൂടി ഇന്ന് എടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ തുടർന്ന് വരുന്ന കാര്യങ്ങൾ വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. ഇങ്ങനെ അനിശ്ചിതാവസ്ഥയിൽ വർക്ക് ലാഗ് ചെയ്തു പോയി എങ്ങും എത്താത്തൊരു സ്ഥിതിയിൽ ഇനി കുറവലങ്ങാട് ഹോസ്പിറ്റലിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കിടക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് പുതിയ ബ്ലോക്ക് പഞ്ചായത്ത് അതിൽ കാര്യമായി ഇടപെട്ടിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടക്കലും ഡിവിഷൻ അംഗം മിനി മത്തായും ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി.